ഹായ് ഹലോ വെൽക്കം ടു ഗോസിപ്പ് ഗേൾസ്. ലെറ്റ്സ് സ്പിൽ സം ഹോട്ട് ടീ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇപ്പോൾ റെലവെന്റ് ആയി സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനൽസിലും ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്ന ഗിന്നസ് റെക്കോർഡ് നേടാനായി നടത്തിയ മെഗാ ഡാൻസ് ഇവന്റിനെ പറ്റിയാണ്. സോ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കായി പറയാം. ഡിസംബർ 29 കല്ലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് മൃദംഗാവിഷൻ എന്ന ഓർഗനൈസേഷൻ അറേഞ്ച് ചെയ്ത 12,000 കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി ഒരു മെഗാ ഭരതനാട്യം ഇവന്റ് നടന്നു. ആക്ട്രസ് ദിവ്യ ഉണ്ണിയാണ് ഈ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തതും ഈ ഒരു ഇവന്റിന്റെ ഫേസ് ആയി മാറിയതും. സീറോ സേഫ്റ്റി മെഷേഴ്സും തീരെ പ്രോപ്പർ ഓർഗനൈസ്ഡും അല്ലാത്ത ഒരു ഇവന്റ് ആയിരുന്നു ഇത്. പല പ്രമുഖ വ്യക്തികളും പങ്കെടുത്ത ഈ ഒരു ഇവന്റിൽ MLA ഉമാ തോമസും പങ്കെടുത്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഇവന്റിൽ വെച്ച് ഉമാ തോമസിന് അപകടം സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഉയരം കൂടിയ സേഫ്റ്റി മെഷേഴ്സ് തീരെ ഇല്ലാതിരുന്ന സ്റ്റേജിൽ നിന്നും ഉമാ തോമസ് അബദ്ധവശാൽ താഴേക്ക് വീഴുകയും സീരിയസ് ആയി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ കൺസേണിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് പോലും ബേസിക് സേഫ്റ്റി മെഷേഴ്സ് അവിടെ പാലിച്ചിരുന്നില്ല. അവിടെ ഒരു ആംബുലൻസോ മെഡിക്കൽ ടീമോ ഈവൻ ഫസ്റ്റ് എയ്ഡ് അറിയാവുന്ന വോളണ്ടിയേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉമാ തോമസ് ഹോസ്പിറ്റലിൽ തന്നെ തുടരുകയാണ്. ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടും ഓർഗനൈസേഴ്സ് ഈ ഒരു ഇവന്റുമായി മുന്നോട്ട് പോയി. അതിനവർക്ക് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടിയും വന്നു. ഇവിടെ നമുക്ക് അവരെ കംപ്ലീറ്റ് ആയി ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഇത്രയും കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഓൾമോസ്റ്റ് ഒരുപാട് മാസത്തെ കുട്ടികളുടെ എഫേർട്ടുമായിരുന്നു ഈ പ്രോഗ്രാം. ഫൈനലി പ്രോഗ്രാം നടന്നു, ഗിന്നസ് വേൾഡ് റെക്കോർഡും കിട്ടി. പക്ഷേ ഇതിനു പുറകെയാണ് ഈ ഒരു ഇവന്റിനെ പറ്റിയുള്ള പല സത്യങ്ങളും പുറത്തു വരുന്നത്. ആദ്യമായി ഈ ഇവന്റിനെ പറ്റി പുറത്തു വന്ന വാർത്ത 12,000 ഡാൻസേഴ്സ് ഈ ഇവന്റിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇതിന് ചുവട് പിടിച്ച് പല വാർത്തകളും പുറത്തു വന്നു. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഓരോ ഡാൻസേഴ്സിൽ നിന്നും 3,500 രൂപ മുതൽ 6,000 രൂപ വരെ രജിസ്ട്രേഷൻ ഫീ ആയി വാങ്ങി. കൂടാതെ ഡാൻസേഴ്സിന്റെ കോസ്റ്റ്യൂമിനായി 1,600 രൂപയും അവരിൽ നിന്ന് ഈടാക്കി. പ്ലസ് ട്രാവൽ എക്സ്പെൻസസ്, മേക്കപ്പ് ആൻഡ് ഈവൻ ഫുഡ് പോലും സ്വന്തമായാണ് എല്ലാ പാർട്ടിസിപ്പൻസും അറേഞ്ച് ചെയ്യേണ്ടി വന്നത്. കൂടാതെ ഈ ഇവന്റിന് ഓഡിയൻസിൽ നിന്നും ടിക്കറ്റ് ഫീ ആയി 150 രൂപ മുതലായിരുന്നു ചാർജ് ചെയ്തിരുന്നത്. ഈവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ പാരന്റ്സിന് വരെ ടിക്കറ്റ് എടുത്ത് മാത്രമാണ് എൻട്രി നൽകിയത്. ഇത്രയും എമൗണ്ട് ചാർജ് ചെയ്തിട്ടും ബേസിക് ഫെസിലിറ്റിയോ സേഫ്റ്റി മെഷേഴ്സോ ഓർഗനൈസേഴ്സ് അറേഞ്ച് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പതറ്റിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിന്റെ പുറകിൽ നടന്ന സ്കാമിനെ പറ്റി പറയാം. ഇത്തരം വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ സ്പോൺസേഴ്സ് ആയിരുന്ന കല്യാൺ സിൽക്സ് ഒരു അനൗൺസ്മെന്റ് നടത്തി. അതിൽ പറയുന്നത് ഈ ഇവന്റിന് വേണ്ടി നൽകിയ കോസ്റ്റ്യൂമിന്റെ സാരിക്ക് 390 രൂപയാണ് അവർ ഈടാക്കിയത്. പക്ഷേ സംഘാടകർ ഡാൻസേഴ്സിൽ നിന്നും വാങ്ങിയത് 1,600 രൂപയും. ഒരു പാർട്ടിസിപ്പന്റിൽ നിന്ന് മാത്രം അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് 1,210 രൂപ. ഇത് 12,000 പേരിൽ നിന്നുമാകുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് കോസ്റ്റ്യൂമിൽ നിന്ന് മാത്രം അവർക്ക് ലഭിച്ചത്. കൂടാതെ രജിസ്ട്രേഷൻ ഫീ, ടിക്കറ്റ് ചാർജ് ഈ ഇനത്തിൽ വേറെയും. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഒറ്റ ഗിന്നസ് റെക്കോർഡ് കൊണ്ട് മൃദംഗാവിഷൻ കൈക്കലാക്കിയത്. ഇനി അടുത്ത സ്കാം എന്താന്ന് വെച്ചാൽ ഗിന്നസ് റെക്കോർഡ് കേരളത്തിന് വേണ്ടിയാണ് എന്ന രീതിയിലാണ് ഡാൻസേഴ്സിനെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. എന്നാൽ 12,000 ഡാൻസേഴ്സിന്റെ എഫേർട്ട് കൊണ്ട് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് മൃദംഗാവിഷന്റെ പേരിലും. ഇത്രയും വലിയ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തത് ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പിന്നീട് വന്ന വാർത്തകളിലൂടെ പ്രൂവ് ആയി. ഈ ഒരു ഇവന്റിൽ ആക്ട്രസ് ദിവ്യ ഉണ്ണിയുടെ പേര് ഇൻവോൾവ് ആയിരുന്നു. ഈ പ്രോഗ്രാം മാർക്കറ്റ് ചെയ്തത് തന്നെ ദിവ്യ ഉണ്ണിയുടെ പേര് വെച്ചാണ്. ഈ ഇവന്റുമായി ബന്ധപ്പെട്ട സ്കാംസ് പുറത്തു വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവരെ ക്രിട്ടിസൈസ് ചെയ്തും ഡിഫെൻഡ് ചെയ്തും സംസാരിക്കുന്നുണ്ട്. കാരണം അവരുടെ പേര് വെച്ച് മാർക്കറ്റ് ചെയ്ത ഇവന്റ് ആയതുകൊണ്ട് തന്നെ ഓർഗനൈസേഴ്സിനെക്കാളും ഫ്രണ്ട് ഫുട്ടിൽ നിൽക്കുന്ന ദിവ്യ ഉണ്ണിയെയാണ് ആൾക്കാർ ട്രസ്റ്റ് ചെയ്തത്. ഈ സ്കാമിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം എന്തിനു പാരന്റ്സ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് മുടക്കി കുട്ടികളെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ മിക്ക പാരന്റ്സും കുട്ടികൾക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടട്ടെ എന്ന രീതിക്ക് ആയിരിക്കണം ഇതിനെ കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം എക്സ്പെൻസിനെ പറ്റി ബോധറാവാതെ കുട്ടികളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. ഇൻ സം കേസസ് ചില ഡാൻസ് സ്കൂളുകൾ നിർബന്ധപൂർവ്വം കുട്ടികളെ പങ്കെടുപ്പിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു. ഈ സെനേറിയോയിൽ മേ ബി പാരന്റ്സിന് ഓക്കെ അല്ലാതിരുന്നിട്ടും അത്രയും എക്സ്പെൻസ് ഏറ്റെടുത്ത് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ അവരെ ഫോഴ്സ് ചെയ്യുകയാണ് ഉണ്ടായത്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഓക്കെ. ഇവിടെ ഒരു MLAക്ക് സംഭവിച്ച ഗുരുതരമായ ഒരു അപകടത്തിന്റെ ചുവട് പിടിച്ചാണ് ഇത്രയും തട്ടിപ്പുകൾ ഈ ഒരു പരിപാടിക്ക് പിന്നിലുണ്ടെന്ന് പുറം ലോകം അറിഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും അന്വേഷണം ഇതിന്റെ ഓർഗനൈസേഴ്സിനെ പറ്റി നടക്കുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. കറന്റ്ലി ഇതിന്റെ ഓർഗനൈസേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും എമൗണ്ട് ഈടാക്കിയ ഈ ഇവന്റ് കുറച്ചുകൂടി സേഫ്റ്റി മെഷേഴ്സ് കൂടി നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു. അതുപോലെ ജസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് എന്നതിലുപരി ജെനുവിനായി ഈ ഒരു ഇവന്റ് സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ
ഇതൊരു പ്രൗഡ് ആൻഡ് ഹിസ്റ്റോറിക് മൊമെന്റായി മാറുമായിരുന്നു. ഈ ഒരു വീഡിയോയെ പറ്റിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റായി രേഖപ്പെടുത്തുക. That's it for the video. If you like this video, please do like, comment and share. For more videos, do subscribe and enable the bell button. Thank you.